ആലപ്പുഴ പെരുമ്പളം പാലം ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേഷണത്തിന്റെ ലിങ്ക് തന്റെ സമൂഹ മാധ്യമ പേജിൽ നിന്ന് നീക്കം ചെയ്ത് ജി സുധാകരൻ. മുഖ്യമന്ത്രി പാലം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലെ മുഖ്യ അതിഥിയായി സുധാകരനെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. ഇതോടെ സുധാകരനും CPM നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ മങ്ങി. മുഖ്യമന്ത്രിയായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടകൻ. ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേഷണം ഉണ്ടാകുമെന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പേജിൽ രാവിലെ അറിയിപ്പുണ്ടായിരുന്നു. അതോടെ സുധാകരനും പാർട്ടിയും തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞുരുകി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു. എന്നാൽ തന്റെ അറിവോടെയല്ല അറിയിപ്പ് വന്നതെന്നും പേജിന്റെ അഡ്മിനാണ് അത് ചെയ്തതെന്നും പറഞ്ഞ സുധാകരൻ ലൈവ് ലിങ്ക് നീക്കം ചെയ്യുകയായിരുന്നു. ഒരു CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് അഡ്മിൻ. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് സുധാകരനെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും മുഖ്യാതിഥിയായി നോട്ടീസിൽ പേരും ചിത്രവും ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുധാകരൻ വിട്ടുനിന്നതെന്നാണ് വിവരം. അതിനിടെ ആലപ്പുഴയിൽ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരന്റെ വീടിന് സമീപമാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. 9:45 കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രി കുട്ടനാട്ടിലെ പരിപാടിക്ക് ശേഷമാണ് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി പോയത്. മുഖ്യമന്ത്രി സുധാകരനുമായി സംസാരിക്കുമെന്ന പ്രതീക്ഷ ചില നേതാക്കൾക്കുണ്ടായിരുന്നു. പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2016 ഇടത് സർക്കാർ വന്നതിനാലാണ് പാലം യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡ് ആരുടേതെന്ന തർക്കം ഒടുവിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. വയനാട് വെള്ളമുണ്ട 8-4 നിന്ന് തുടങ്ങി വാരാമ്പറ്റ പടിഞ്ഞാറത്തറയിൽ അവസാനിക്കുന്ന റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി MP ആയിരിക്കെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി CRI ഫണ്ട് വകയിരുത്തിയതാണ് റോഡ് നവീകരിക്കാൻ തുക അനുവദിച്ചതെന്നും ഇത് സംസ്ഥാന പദ്ധതിയാക്കിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആരോപിച്ച UDF ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. പല കാര്യങ്ങളും മറച്ചുവെച്ച് പൂർണ്ണമായും സംസ്ഥാന പദ്ധതിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഉദ്ഘാടന പരിപാടികൾ ആസൂത്രണം ചെയ്തതെന്ന് UDF കുറ്റപ്പെടുത്തി. സ്ഥലം MDയെ അവഗണിച്ചാണ് ഉദ്ഘാടന പരിപാടികൾ തീരുമാനിച്ചതെന്നും UDF ആരോപിച്ചു. CPMലുള്ള ചോദ്യങ്ങൾ തീരുന്നേയില്ല. RJD അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ്. 3 സീറ്റ് കൂടുതൽ വേണം, വാക്ക് പാലിക്കണമെന്ന് RJD. ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി CPMുമായി നടത്തിയ ചർച്ചയിലെ അതൃപ്തി പരസ്യമാക്കി രാഷ്ട്രീയ ജനതാദൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് കൂടുതൽ വേണമെന്ന ആവശ്യമാണ് സംസ്ഥാന നേതൃയോഗം ഉയർത്തിയത്. CPMുമായി നടത്തിയ ചർച്ചയിൽ തൃപ്തിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ വാക്ക് CPM പാലിക്കണമെന്നും ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും സംസ്ഥാന നേതൃയോഗം ആവശ്യപ്പെട്ടു. PK ശശിയെ CPMിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയുള്ള പരാമർശത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി. തറവാട്ടിൽ പിറന്ന സ്ത്രീകൾക്ക് ഇനി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറാമെന്ന ഏരിയ സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ വിമർശനം ഉയരുകയാണ്. നാരായണൻകുട്ടിക്കെതിരെ പ്രതിഷേധം പരസ്യമാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ രംഗത്തെത്തി. ഇത്രയും കാലം CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറിയ സ്ത്രീകൾ തറവാട്ടിൽ പിറന്നവരല്ലേ എന്ന ചോദ്യമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഉയർത്തുന്നത്. CPM തെങ്കര എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വനിതാ സഖാക്കളാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ഏരിയ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്നും CPMിലെ വനിതാ സഖാക്കളെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശമാണ് നടത്തിയതെന്നും വിമർശനമുണ്ട്. മുഖ്യമന്ത്രി നാട്ടുകാരനാണെന്ന് പറയാൻ ലജ്ജിക്കുന്നുവെന്ന് സുധാകരൻ. ഹരിച്ചു മുടിച്ചെന്ന് വേണുഗോപാൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ തിരുവനന്തപുരത്തെ സമാപന വേദിയിൽ ഇടതു ഭരണത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. 10 വർഷത്തെ ഇടതു ഭരണത്തിലൂടെ കേരളം നശിച്ച് നാശത്തിന്റെ ഗർത്തത്തിലേക്ക് വീഴുകയാണെന്ന് K സുധാകരൻ MP പറഞ്ഞു. പിണറായി വിജയൻ തന്റെ നാട്ടുകാരനാണെന്ന് പറയാൻ ലജ്ജിക്കുന്നു. കഴിവും പ്രാപ്തിയും ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലെന്നും സുധാകരൻ ആരോപിച്ചു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാടുമുടിച്ച ഭരണമാണ് കേരളത്തിലേത്. എത്ര പരസ്യം നൽകിയാലും മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ചെന്നിത്തല പറഞ്ഞു. 10 കൊല്ലം കേരള ജനതയെ ഭരിച്ചു മുടിച്ച സർക്കാരിന്റെ പടിയിറക്കം കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനതയൊന്നാകിയെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അവിടെ കൊണ്ടും തീർന്നില്ല. സന്താനോൽപാദന ശേഷിയുള്ള ഭൂരിഭാഗം യുവാക്കളും കേരളം വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ശിശു മരണനിരക്ക് കുറയുന്നു എന്ന് ഇടത് സർക്കാർ മേനി നടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇത് പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഒരു വിഡ്ഢിയെ ചിത്രീകരിച്ച ജോൺ ബ്രിട്ടാസ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്. ശിശു മരണനിരക്ക് രാജീവ് ചന്ദ്രശേഖരനെ പൊളിച്ച് ജോൺ ബ്രിട്ടാസ് എന്ന തലക്കെട്ടോടെയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ ചതിയൻ വീഡിയോ പുറത്തുവന്നത്. ഇതിന് ഇടത് സൈബർ ഗ്രൂപ്പുകൾ വൻ പ്രചാരണം നൽകുകയും ചെയ്തു. പാലക്കാട് CPയിലാണെങ്കിൽ പേയ്മെന്റ് വിവാദം. വ്യവസായിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPയിൽ പേയ്മെന്റ് വിവാദം വന്നതോടെ ആ വഴിക്കും ഇടതുമുന്നണി വെട്ടിലായിരിക്കുകയാണ്. SFI നേതാക്കളാണെങ്കിൽ തമ്മിൽ തല്ലും. പത്തനംതിട്ടയിൽ SFI നേതാക്കൾ തമ്മിൽ തല്ലിയ സംഭവത്തിൽ കോന്നി പോലീസ് കേസെടുക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 3000 പരാതികൾ ഞെട്ടിക്കുന്ന അവസ്ഥയെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്.
സർക്കാരിന്റെ ചട്ടം പഠിപ്പിച്ച IAS ഉദ്യോഗസ്ഥർ കൂടി രംഗത്ത് വന്നതോടെ ആ വഴിക്കും ഇടതുമുന്നണി സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ അസോസിയേഷനോട് സർക്കാർ കോടതിയിൽ പരാജയപ്പെട്ടത്. ഇതിനിടയിൽ അധികാരം ഒഴിയും മുൻപ് 1000 കോടി രൂപ കടമെടുക്കാൻ പിണറായി സർക്കാർ ഒരുങ്ങുന്നുവെന്ന വാർത്തകളുമുണ്ട്.